കനത്ത ചൂടിന് പിന്നാലെ രാജ്യത്ത് വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലേക്ക് നീങ്ങുകയാണ്. ഏറ്റവും ഉയർന്ന വൈദ്യുതി ആവശ്യകത 252 ജിഗാവാട്ടിലെത്തിയിരിക്കുന്നു. പരമാവധി വൈദ്യുതി ആവശ്യകത 271 ജിഗാവാട്ടായി വൈദ്യുതി മന്ത്രാലയം കണക്കാക്കിയിരിക്കുകയാണ്. അതേസമയം ഉഷ്ണതരംഗത്തെ തുടർന്നുണ്ടാകുന്ന അടിയന്തര സാഹചര്യം നേരിടാൻ ആശുപത്രികൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആശുപത്രിക്കകത്ത് പ്രത്യേക ക്ലിനിക്കുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കുകയാണ്. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, ഇപ്പോൾ രാജ്യത്ത് തന്നെ കനത്ത ചൂട്, ഉത്തരേന്ത്യയും കനത്ത ചൂടിലാണ്. നമ്മുടെ സംസ്ഥാനത്തെ ചൂടിന്റെ വാർത്തകൾ വരുന്നതിനിടയ്ക്കാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള വാർത്തകളും വരുന്നത്. അപ്പോൾ വൈദ്യുതിയുടെ ഉപഭോഗം 271 ജിഗാവാട്ടിലെത്തി എന്ന് പറയുന്നത് ഇതുവരെ ഇല്ലാത്ത പ്രതിഭാസമായിട്ടാണോ കേന്ദ്രം കാണുന്നത്? ഈ ആശുപത്രികളിൽ എന്ത് തരത്തിലുള്ള ക്ലിനിക്കുകൾ, ഏത് രൂപത്തിലാണ് അത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? സ്മൃതി, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം രാജ്യത്തുടനീളം താപനില വർദ്ധിച്ചതോടുകൂടി വൈദ്യുതി ഉപഭോഗം അതിന്റെ റെക്കോർഡിലേക്ക് എത്തിയതായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. 253.8 ജിഗാവാട്ടിലേക്കാണ് ഏപ്രിൽ 24 കണക്ക് പ്രകാരം എത്തിയിരിക്കുന്നത്. ഏപ്രിൽ 23-ാം തീയതി 240.1 ജിഗാവാട്ടായിരുന്നു. ഒറ്റ ദിവസത്തെ ഇടവേളയിലാണത് 12.1 ജിഗാവാട്ട് വർദ്ധിച്ചിരിക്കുന്നതാണ് ഏറ്റവും എടുത്തു കാണേണ്ട കാര്യം. കഴിഞ്ഞ 2024 മെയ് മാസത്തിലും ഇതുപോലെ തന്നെ ചൂടുണ്ടായിരുന്നു. ആ ഘട്ടത്തിലായിരുന്നു രാജ്യത്ത് റെക്കോർഡ് വൈദ്യുതി ഉപഭോഗം രേഖപ്പെടുത്തിയത്. അന്നത് 249.9 ആയിരുന്നു. കഴിഞ്ഞ വർഷം അത് അത്രയും ഉണ്ടായിരുന്നില്ല. 230-ൽ അത് പിടിച്ചു നിർത്തുവാൻ സാധിച്ചു. പക്ഷേ ഇത്തവണ പലയിടത്തും ചൂട് വർദ്ധിച്ചതോടുകൂടിയാണ് അത് 250 കടന്നിരിക്കുന്നത്. 271 ജിഗാവാട്ടിലേക്ക് എങ്കിലും വൈദ്യുതി ഉപഭോഗം എത്തുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര വൈദ്യുതി മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ സംസ്ഥാനങ്ങളിലടക്കം എന്താണ് സാഹചര്യമെന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ വൈദ്യുതി മന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർക്കാൻ കൂടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ദില്ലി സർക്കാർ ഈ ചൂട് വർദ്ധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ചില ആശുപത്രികളിൽ സജ്ജീകരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സർക്കാർ ആശുപത്രികളിലാണ് സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൂര്യതപ ക്ലിനിക്കുകൾ അത് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട പ്രത്യേക സൗകര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉറപ്പാക്കിയതായിട്ടും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുകയാണ്. റെഫ്രിജറേറ്ററുകൾ കൂടുതൽ എത്തിക്കുന്നു. 252 കിലോ ഐസ് ക്യൂബുകൾ നിർമ്മിക്കുന്നു. എത്രയും വേഗം എന്തെങ്കിലും ആവശ്യം അടിയന്തരമായിട്ട് വന്നാൽ അതിനെ നേരിടുവാൻ വേണ്ടിയിട്ട് ആശുപത്രികളെ സജ്ജമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ദില്ലി സർക്കാർ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത ചൂട് അത് തുടരുകയാണ്. പൊള്ളുന്ന ചൂടിനിടയിൽ വലിയ രീതിയിലുള്ള വൈദ്യുതി ഉപഭോഗം അത് റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നു. 271 ജിഗാവാട്ട് നിലയിലേക്ക് ആ കാര്യങ്ങൾ എത്തുമെന്നാണ് നിലവിൽ വൈദ്യുതി മന്ത്രാലയവും കേന്ദ്ര സർക്കാരും അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. സ്മൃതി, ശരി. YS അഭിനന്ദാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.